ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമുക്ക് പഴുത്ത ചക്ക അരച്ചതും ശർക്കര ഉരുക്കിയതും കൂടി എടുക്കാം. അതിനുശേഷം നമുക്കിതേ ഇതുപോലൊരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. ആ നെയ്യിലേക്ക് നമ്മൾ അരച്ച് വെച്ച ചക്ക ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അതിലേക്ക് അല്പം വഴണ്ടതിന് ശേഷം നമുക്കതിലേക്ക് ശർക്കര ഉരുക്കിയത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ചക്ക പനി കിടന്ന് ചക്ക വെന്ത് ഇതിലേക്ക് നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. നമുക്ക് ഇതിലേക്ക് നമുക്ക് ഏലക്കയും ജീരകവും കൂടി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു തുള്ളി ഉപ്പ്. തയ്യാറായ കൂട്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി റവയാണ്. റവ പതുക്കെ പതുക്കെ ഇട്ട് കൊടുത്ത് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ചേരുവകൾ എല്ലാം ആയിട്ടുണ്ട്. നമുക്കിനിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം. ഇതാണ് കുമ്പിളില. ഈ കുമ്പിളിലയിലാണ് നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓരോ ഇലയും നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കുമ്പിളപ്പം എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേരാണ് പറയുന്നത്? അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കുമ്പിളപ്പത്തിൻ്റെ പ്രധാന ഷെഫ് നമ്മുടെ ചേട്ടത്തിയമ്മയാണ്. ഞാൻ ചേട്ടത്തിയമ്മയെ ഹെൽപ്പ് ചെയ്തതേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയത്. അങ്ങനെ നമ്മുടെ ആവി പറക്കുന്ന നല്ല അടിപൊളി റവ കൊണ്ടിട്ടുള്ള കുമ്പിളപ്പം തയ്യാറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചക്കപ്പഴവും റവയും ചേർത്തുള്ള കുമ്പിളപ്പം തയ്യാറായിട്ടുണ്ട്. അത് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചക്കയുടെ സീസൺ കഴിയുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ.